ദിവസങ്ങൾ ചെല്ലുന്തോറും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമക്കാരെ കൂടുതൽ കുഴയ്ക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്നതും അതേസമയം തീർത്തും വ്യാജവുമായ ആരോപണങ്ങൾ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ തെറ്റുകാരാണെന്നും ആരൊക്കെ നീതിമാന്മാരാണെന്നും അളക്കാനുള്ള സംവിധാനങ്ങളൊന്നും ആരുടെയും കയ്യിലില്ലെങ്കിലും ഈ ആരോപണങ്ങളെ അതിന് വിധേയരായവർ നേരിടുന്ന രീതികൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചില തിരിച്ചറിവുകളാണ്. അതിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് നടൻ നിവിൻ പോളിയും സംവിധായകൻ ആഷിഖ് അബുവും അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ അവർ നേരിട്ട രീതികളും. ഒരേ തരത്തിലുള്ള ആരോപണങ്ങളാണ് നടൻ നിവിൻ പോളിയും സംവിധായകൻ ആഷിഖ് അബുവും ഭാര്യയും നേരിട്ടത്. എന്നാൽ രണ്ടു കൂട്ടരും അതിനോട് പ്രതികരിച്ച രീതിയാണ് കേരള സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. തനിക്കെതിരെ തൊടുപുഴ ഊന്നുകല്ല് സ്വദേശിനിയായ ഒരു പെൺകുട്ടി പീഡന പരാതി ഉന്നയിച്ച 1 മണിക്കൂർ കഴിയുന്നതിന് മുൻപേ മീഡിയ കോൺഫറൻസ് പ്രഖ്യാപിച്ച നിവിൻ കൃത്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് മാധ്യമ സുഹൃത്തുക്കളെ എന്ന് അഭിസംബോധനയോടെ ധീരതയോടെ തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളുടെ നിജസ്ഥിതി അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വിധത്തിൽ കൃത്യമായി വിശദീകരിക്കുകയും റേറ്റിംഗ് കൂട്ടാൻ മാത്രം ജീവിതവ്രതമാക്കിയ മാധ്യമ കുത്തിത്തിരിപ്പുകാരുടെ എല്ലാത്തരം ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടി കൊടുക്കുകയും ചെയ്തു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും പതറാതെയും നിവിൻ പോളി ആരോപണങ്ങളെ നേരിടുന്നത് ലക്ഷക്കണക്കിന് പേർ ലൈവായി ടെലിവിഷൻ ചാനലുകളിലൂടെ നേരിട്ട് കണ്ടതാണ്. കൂട്ടത്തിൽ നിവിൻ പറഞ്ഞ ഒരു കാര്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. നിങ്ങളിപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ വാർത്തകൾ കൊടുത്തുകൊള്ളൂ, പക്ഷേ നാളെ സത്യം അതല്ല എന്ന് അറിയുമ്പോഴും നിങ്ങൾ ആ വാർത്തയും കൊടുക്കണം. നിവിൻ പോളി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ വെറും ഉണ്ടയില്ലാ വെടിയായിരുന്നുവെന്ന സത്യം ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നടൻ ബാല അടക്കമുള്ളവർ ആദ്യം മുതൽ നിവിന് ശക്തമായ പിന്തുണ കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ നിവിൻ ദുബായിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസങ്ങളിൽ നിവിൻ കൊച്ചിയിൽ തൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നുവെന്ന് കൃത്യമായ ഹോട്ടൽ ബില്ലുകളടക്കം തെളിവുകൾ നിരത്തി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നടനും ഗായകനും സംവിധായകനുമൊക്കെയായ വിനയ് ശ്രീനിവാസൻ രംഗത്ത് വന്നതോടെ നിവിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ തീർത്തും വ്യാജമായിരുന്നെന്നും അതേക്കുറിച്ച് നിവിൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ആഷിഖ് അബുവിൻ്റെയും റീമ കല്ലികലിൻ്റെയും വീട്ടിൽ ലഹരി പാർട്ടി നടക്കാറുണ്ടെന്നും അവിടെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഒരു ഗായിക തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് ഒരു വിശദീകരണം നൽകാനോ അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ ഇരുവരും തയ്യാറായിട്ടില്ല. പകരം ഒരു വെളുപ്പിക്കൽ മോഡൽ അഭിമുഖം നൽകുകയാണ് ചെയ്തത്. തങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ, തങ്ങൾ ലഹരി പാർട്ടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ലെങ്കിൽ അതേക്കുറിച്ച് എന്ത് അന്വേഷണത്തിനും തങ്ങൾ തയ്യാറാണെന്നും അവർക്ക് സധൈര്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയാമായിരുന്നു. അതിന് പകരം താനൊരു പ്രത്യേക മതവിഭാഗക്കാരനായതുകൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ ആരോപണങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ആഷിഖ് അബു ഒഴിഞ്ഞ് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. മതത്തെയും സംഘപരിവാരത്തെയും തൻ്റെ വിഷയത്തിലേക്ക് വലിച്ചിട്ട് പ്രതികരിച്ചാൽ സംഘിപ്പട്ടം ചാർത്തപ്പെടും എന്ന ഭീതിയിൽ ആരും പ്രതികരണം നടത്തില്ല എന്ന് ആത്മവിശ്വാസത്തിലായിരിക്കാം ആഷിഖ് അബു ഇപ്പോൾ. എല്ലാ തിന്മകളും ചെയ്തു കൂട്ടിയിട്ട് അത് പിടിക്കപ്പെടുമ്പോൾ മതത്തിൻ്റെ ലേബലിലേക്ക് വെച്ച് ഇരവാദം ഉയർത്തുന്ന ചിലരുടെ സ്ഥിരം രീതി തന്നെയാണോ ആഷിഖ് അബു പയറ്റിയത് എന്ന് പലരും സംശയിച്ചു പോകുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അതിനാൽ ആഷിഖ് അബുവും റീമയും നിവിൻ പോളിയെ മാതൃക ആക്കിയെടുത്ത് അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ സധൈര്യം നേരിട്ട് മലയാള സിനിമാ ലോകത്തിന് മറ്റൊരു മാതൃകയായി മാറാൻ തയ്യാറാകുക. അല്ലാതെ മതവും ഇരവാദവും പണ്ടത്തെ പോലെ ഫലിച്ചെന്നു വരില്ല.